ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഹോപ്സിൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് ചെയ്യുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയുടെ 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഒരു മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നോക്കിയേ, 125, 135, 120, 130, 115, 125. അടുത്ത പദം ഏതാണോ ചോദിച്ചിരിക്കുന്നത്? ഈ ഡാഷിൻ്റെ അടുത്ത് ഫില്ല് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതൊന്നുമില്ല. ഇത് സാധാരണ കുട്ടികളെല്ലാം ചെയ്യാറുള്ള രീതിയിൽ എങ്ങനെയാണ് ഇതിനെ നമുക്ക് ഒന്നിടവിട്ട സംഖ്യയായിട്ട് എടുക്കുന്ന ഒരു ട്രിക്കുണ്ട്. അത് വേണേൽ ഞാൻ അത് പറഞ്ഞുതരാം. മറ്റൊരു ട്രിക്കുണ്ട്. ഓക്കെ, എല്ലാം ഇങ്ങനെ ചെയ്യുന്ന ട്രിക്കുണ്ട്. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിടവിട്ട ട്രിക്ക് എന്ന് വെച്ചാൽ ഈ 125-ൽ നിന്ന് 5 കുറയ്ക്കുന്നതാണ് 120. 125-ൽ നിന്ന് ഒരു -5, 5 കുറയ്ക്കുമ്പോൾ 120 കിട്ടും. ഒന്നിടവിട്ട് ഈ 120-ൽ നിന്ന് വീണ്ടും ഒരു 5 കുറയ്ക്കുന്നതാണല്ലോ 115 എന്ന് പറയുന്നത്, അല്ലേ? ഈ 115-ൽ നിന്ന് വീണ്ടും നമ്മൾ ഒരു 5 അങ്ങ് കുറച്ചാൽ എത്ര കിട്ടും? 110 കിട്ടത്തില്ലേ? നമ്മുടെ ആൻസർ 110. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? 125-ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 120, 120-ൽ നിന്ന് വീണ്ടും 5 കുറയ്ക്കുമ്പോൾ 115, 115-ൽ നിന്ന് വീണ്ടും 5 കുറയ്ക്കുമ്പോൾ 110. ഒന്നിടവിട്ട സംഖ്യകൾ വേണം നമ്മൾ ചെയ്യാൻ, അല്ലാതെ ഡയറക്റ്റ് ചെയ്യരുത്. ഇനി അതല്ല, ഡയറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. നിങ്ങൾ നോക്കിയേ, 125-ൽ നിന്ന് എത്ര കുറയ്ക്കണം? ഇതിൻ്റെ കൂടെ ഒരു 10 കൂട്ടണം. 10 കൂട്ടണം. 125-ന്റെ കൂടെ ഒരു 10 ഒന്ന് കൂട്ടിയേ 135 അല്ലേ കിട്ടുന്നേ? ഈ 135-ൽ നിന്ന് ഒരു 15 ഒന്ന് കുറച്ചേ. 135-ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ 120 അല്ലയോ കിട്ടുന്നേ? അടുത്ത 120-ൽ നിന്ന് വീണ്ടും ഒരു 10 ഒന്ന് കൂട്ടിയേ. 120-ന്റെ കൂടെ ഒരു 10 കൂട്ടിയേ 122, 130 കിട്ടത്തില്ലേ? ഈ 130-ൽ നിന്ന് വീണ്ടും ഒരു 15 ഒന്ന് കുറച്ചേ. 130-ൽ നിന്ന് 15 കുറയ്ക്കുമ്പോൾ 115 അല്ലേ കിട്ടുന്നേ? 115-ന്റെ കൂടെ വീണ്ടും നമ്മൾ ഒരു 10 കൂടെ ഒന്ന് കൂട്ടിയേ. എത്ര കിട്ടും? 125 അല്ലേ കിട്ടുന്നേ? അപ്പോൾ 125-ൽ നിന്ന് വീണ്ടും നമ്മൾ ഒരു 15 ഒന്ന് കുറച്ചേ. എത്ര കിട്ടും? 110 അല്ലേ കിട്ടുന്നേ? 10. ഇവിടെ ആദ്യം ഫസ്റ്റ് നമ്മൾ ഒന്നിടവിട്ട് 5 കുറച്ച്, അടുത്ത ഒന്നിടവിട്ട് 5 കുറച്ചു, അടുത്ത ഒന്നിടവിട്ട് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് 110 കിട്ടി. ഇനി നോക്കിയേ, ആദ്യം 10 കൂട്ടി, പിന്നെ 15 കുറച്ചു, വീണ്ടും 10 കൂട്ടി 15 കുറച്ചു, വീണ്ടും 10 കൂട്ടി 15 കുറച്ചു. ഈ ട്രിക്കിൽ നമുക്ക് ചെയ്തുകൂടായോ? ഇങ്ങനെ നമുക്ക് 3 ട്രിക്കിൽ, ഈ 2 ട്രിക്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. എന്തായാലും നമ്മൾ എവിടെ എത്തത്തുള്ളൂ? 110 എന്ന് പറഞ്ഞ ആൻസർ എത്തത്തുള്ളൂ. നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 110 ആണ്. ക്ലിയർ ആയോ മക്കളെ? അടുത്തൊരു ക്വസ്റ്റ്യൻ, പാദം 4 സെന്റിമീറ്റർ ആയ ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ 6 സെന്റിമീറ്റർ വീതമായാൽ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ, 3 രീതിയിൽ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഡയറക്റ്റ് ഇക്വേഷൻസ് ഉണ്ട്, ഡയറക്റ്റ് 2 ഇക്വേഷൻസ് ഉണ്ട്, മൂന്നാമത് നമ്മൾ ഒരു വർഷം കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരു ഇക്വേഷൻസ് ഒരു രീതിയുണ്ട്. 3 എണ്ണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യമായിട്ട് തോന്നുന്നത് ആ രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ഇവിടെ എന്താണ് പറയുന്നത്? ഇതിന്റെ തുല്യ പാദം എന്ന് പറയുന്നത്, പാദം ബി, ബേസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്റർ. ഇനി എന്താണ് ഇതിന്റെ തുല്യവശങ്ങൾ? തുല്യവശം എ എന്നെടുക്കാം. എ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയാൽ ഇതിന്റെ വിസ്തീർണം, സമപാർശ്വ ത്രികോണത്തിന്റെ വിസ്തീർണം എത്രയാണെന്നല്ലേ മക്കളെ ചോദിച്ചേക്കുന്നത്? അതെങ്ങനെ നമ്മൾ ചെയ്യും? സമപാർശ്വ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് മക്കളെ? നോക്കിയോ, b/4 √4a² - b² എന്ന ഫോമിലേക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായോ? ഒന്നാമത്തത് b/4 √4a² - b² എന്ന്. എപ്പോ എന്താണ് എ, എന്താണ് ബി എന്നറിയല്ലോ? തുല്യമല്ലാത്ത വശത്തെ ബി എന്നും തുല്യമായിട്ടുള്ള വശത്തെ എ എന്നും എടുക്കുക. എന്താണ് സമപാർശ്വ ത്രികോണം? സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത് 2 വശങ്ങളും 2 കോണുകളും തുല്യമായിട്ടുള്ള ത്രികോണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമപാർശ്വ ത്രികോണം, അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്നല്ലേ പറയുന്നത്. സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യമായിട്ടുള്ള 2 വശങ്ങളുണ്ട്. ആ 2 വശങ്ങളുടെ നീളമാണ് 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അതാണ് എ എന്ന് പറയുന്നത്. ബേസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. അതാണ് പാദം. ബേസ് 4 സെന്റിമീറ്റർ ആയാൽ വിസ്തീർണം കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ b/4 √4a² - b² എന്നുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. നമുക്ക് നോക്കാം. ബി എന്ന് പറഞ്ഞാൽ 4 അല്ലയോ? 4 ÷ 4 √4
4 ഇൻറ്റു എ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ അല്ലേ, 6ന്റെ സ്ക്വയർ മൈനസ് അടുത്തത് ബി എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്, 4ന്റെ സ്ക്വയർ. ഓക്കെ ആണോ? 4നെ 4 വെച്ച് ഹരിച്ചാൽ എത്ര കിട്ടുന്നത്, 1 ആണ് കിട്ടുന്നത്. അപ്പൊ അതങ്ങ് ക്യാൻസൽ ആയി പോകും. ബാക്കി √4 ഇൻറ്റു 6ന്റെ സ്ക്വയർ എത്രയാണ്, 36 മൈനസ് 4ന്റെ സ്ക്വയർ എത്രയാണ്, 16 എന്ന് എഴുതാമല്ലോ. 4ന്റെ സ്ക്വയർ 16. ഓക്കെ, നമുക്ക് നോക്കാം. √16 36 ഗുണം 4 144 മൈനസ് 16, 144 മൈനസ് 16. ഓക്കെ, നമുക്ക് എന്താ എഴുതാം, √128 എന്ന് കിട്ടത്തില്ലേ, √128. ഈ √128 ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ PSC ഓപ്ഷനകത്ത് √128 കാണത്തില്ല. എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, 128ന് പെർഫെക്റ്റ് റൂട്ടും ഇല്ല, പെർഫെക്റ്റ് റൂട്ട് 128 ഇല്ല. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? ഇതിനെ 128നെ റൂട്ട് എടുക്കാൻ പറ്റുന്ന ഫോമിലേക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എഴുതാൻ പോവാ. √128. ഈ √128 നമുക്ക് എഴുതാം √64 ഗുണം 2 എന്ന് എഴുതിക്കൂടായോ? 64 ഗുണം 2 അല്ലേ 128. 64 ഗുണം 2, 64ന്റെ റൂട്ട് നമുക്ക് എടുക്കാമല്ലോ. 64ന്റെ റൂട്ട് എത്രയാണ്, 8 ആണ്. 64ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 8 ആണ്. 2ന് റൂട്ട് ഇല്ല, അത് റൂട്ടിനകത്ത് തന്നെ കിട്ടേക്കാം. 2 റൂട്ട് മനസ്സിലായി, √2 എന്ന് എഴുതാം. 8√2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ ആൻസർ. 8√2 സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് എന്ത് വരുള്ളൂ, ഇതിന്റെ ആൻസർ ആയിട്ട് വരും. അപ്പൊ നമ്മൾ നോക്കിയേ മക്കൾ വരെ നോക്കിയേ, ബി ബേസ് പാദം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഓക്കെ, തുല്യമായിട്ടുള്ള വശത്തിന്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്, 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? ഈ സമപാർശ്വ ത്രികോണത്തിന്റെ വിസ്തീർണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ b/4 √4a² മൈനസ് b² ആണ്. നമ്മൾ ഇക്വേഷൻ അതിലുണ്ട് b4, അതേപോലെ തന്നെ a എന്ന് പറയുന്ന 6 ആണ്. അപ്പൊ 4നെ 4 ഉച്ചരിച്ചാൽ 1 കിട്ടും. √4 ഇൻറ്റു 6ന്റെ സ്ക്വയർ എത്രയാണ്, 36 മൈനസ് 4ന്റെ സ്ക്വയർ 16. ഓക്കെ, 36 ഗുണം 4 36 ഗുണം 4 എന്ന് പറയുന്നത് 144 നീട്ടും. 144 16 കുറച്ചാൽ 128. 128നെ 64 ഗുണം 2 എന്ന് എഴുതാം. 64ന്റെ റൂട്ട് 8 ആണ്. 8√2 എന്നുള്ള ആൻസർ ആണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒന്നാമത്തെ രീതിയായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ രീതി താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഇനി നിങ്ങൾ സാധാരണ ചെയ്യുന്ന മറ്റൊരു രീതിയുണ്ട്, അതിലേക്ക് ഞാൻ പറഞ്ഞുതരാം. 3 ട്രിക്ക് നിങ്ങൾക്ക് ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് വെച്ചാൽ ആ രീതി ചെയ്യും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ട്രിക്കിലേക്ക് പോവാം. നോക്കിയേ, നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് നോക്കിയേ, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇത് ഒരു സമപാർശ്വ ത്രികോണം. അത് സമപാർശ്വ ത്രികോണത്തിന് 2 വശങ്ങൾ തുല്യമാണെന്ന് നമുക്ക് അറിയാമല്ലോ. സമപാർശ്വ 2 വശങ്ങൾ 2 കോണുകളും തുല്യമായിട്ടുള്ള ത്രികോണമാണല്ലോ സമപാർശ്വ ത്രികോണം. അപ്പോൾ തുല്യമായിട്ടുള്ള വശങ്ങൾ 6 ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, പാദം 4 ആണെന്നും പറഞ്ഞല്ലോ. ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ്? ഹാഫ് BH. ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഹാഫ് BH ആണ്. ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസ്. അപ്പൊ ഇനി എന്ത് വേണം? ഒരു ഹൈറ്റ് കൂടെ വേണം. ഈ ഹൈറ്റും കൂടെ നമുക്ക് വേണം. ഈ ഹൈറ്റ് കൂടെ വേണം. ഈ ഹൈറ്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹൈറ്റ് അവർ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് 90 ഡിഗ്രി ആയിട്ട് എങ്ങനെ എടുക്കണം? ഇത് ഇങ്ങനെ ഒരു വര വരച്ച് 90 ഡിഗ്രി ആയിട്ട് എടുക്കണം. ഈ 90 ഡിഗ്രി ആയിട്ട് എടുക്കുമ്പോൾ ഈ മൊത്തം നീളം 4 അല്ലയോ? നമുക്കൊരു റൂൾ ഉണ്ട്. ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ തുല്യവശങ്ങൾ ചേരുന്ന മൂലയിൽ നിന്നും എതിർ മൂലയിലേക്ക് വരയ്ക്കുന്ന ലംബം മൂന്നാമത്തെ വശത്തെ ലംബമായി സമഭാഗം ചെയ്യുന്നു എന്നാണ് അർത്ഥം. ലംബം അല്ലെങ്കിൽ അതിനെ സമഭാഗം ചെയ്യുന്നു. ഓക്കെ, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു 2 വശങ്ങൾ ചേർന്ന ഒരു മൂലയിൽ നിന്നോ എതിർവശയിലേക്ക് വരയ്ക്കുന്ന ലംബം എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തെ ഏതെന്ത് ചെയ്യും? സമഭാഗം ചെയ്യും. തുല്യമായിട്ട് അടുക്കി വിധിച്ചു പോകുന്നത്. അപ്പൊ ഈ മൊത്തം നീളം 4 ആണ് എങ്കിൽ ഇതാ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്ററും ഇവിടം തൊട്ട് ഇവിടെ ഉള്ള നീളം എന്ന് വെച്ചാൽ 2 സെന്റിമീറ്റർ. അങ്ങനെയാണ് മൊത്തത്തിൽ 4 സെന്റിമീറ്റർ കിട്ടും. നിങ്ങൾ നോക്കിയേ, നമുക്ക് ഈ ഹൈറ്റ് ആണ് വേണ്ടത്. ബേസ് ഓൾറെഡി തന്നിട്ടുണ്ട് 4. ഹൈറ്റ് വേണം. ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഹാഫ് BH ചെയ്യാമല്ലോ. ഹാഫ് BH ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഹൈറ്റ് വേണമല്ലോ. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് 2 ത്രികോണമാട്ടങ്ങ് മാറിയില്ലയോ? എന്ത് ത്രികോണമാണ് ഇത് മാറിയിരിക്കുന്നത്? മട്ടത്രികോണമായിട്ടാണ് ഇതിനെ മാറിയിരിക്കുന്നത്. മട്ടത്രികോണം. ഓക്കെ, 90 ഡിഗ്രി. മട്ടത്രികോണത്തിൽ
ഓൾറെഡി തന്നിട്ടുണ്ട് കർണം, ഇതുണ്ട് പാദം തന്നിട്ടുണ്ട്, നമുക്ക് ലംബം മതിയല്ലോ. ഹൈപ്പോട്ടിനീസ് ഉണ്ട്, ബേസ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ഇതാ നോക്കിക്കോ. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഭാഗം ഞാൻ ഇങ്ങോട്ട് ഇളക്കിയെടുത്താൽ നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടില്ലേ മക്കളെ, ഇങ്ങനെ കിട്ടില്ലേ? നിങ്ങളൊന്ന് നോക്കിയേ. ഈ നീളം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ അല്ലേ? ഈ നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ അല്ലേ? ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി അല്ലേ? ഇത് ഏത് ട്രയാങ്കിളാ? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലയോ? ഈ റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണത്തിന്റെ മട്ടകോണിന് എതിരെയുള്ള വശമായിരിക്കും എപ്പോഴും കർണം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മറ്റ് 2 ചെറുവശങ്ങളെ നമ്മൾ വിളിക്കുന്നവരാണ് പാദമെന്നും ലംബമെന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ കർണം എന്ന് പറയുന്നത് കർണം എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, നമുക്കിവിടെ പാദവും തന്നിട്ടുണ്ട്. പാദം എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ എന്ന് എഴുതാം. 2 സെന്റിമീറ്റർ. നമുക്ക് ലംബമാണ് കണ്ടുപിടിക്കേണ്ടത്. ലംബം. ഈ ലംബം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? ലംബം സമം റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ ആണ്. ലംബം സമം റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുക ലംബം ഈസിക്കൽ ടു റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ലംബം സമം റൂട്ട് ഓഫ്, ഇവിടെ കർണം എന്ന് പറയുന്ന 6 അല്ലേ? 6ന്റെ സ്ക്വയർ മൈനസ് ലംബം എന്ന് പറയുന്നത് 2 അല്ല, പാദം എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2ന്റെ സ്ക്വയർ. അപ്പോൾ റൂട്ട് ഓഫ് 6ന്റെ സ്ക്വയർ 36, 2ന്റെ സ്ക്വയർ 4. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? എന്താ റൂട്ട് ഓഫ് 36 4 കുറച്ചാൽ 32 എന്ന് കിട്ടും. 32ന് പെർഫെക്റ്റ് റൂട്ട് ഇല്ല. 32ന് പെർഫെക്റ്റ് റൂട്ട് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത്? 32നെ നമുക്ക് റൂട്ട് ആക്കാവുന്ന രീതിയിലേക്ക് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതേപോലെ സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 16 ഗുണം 2 എന്ന് എഴുതിക്കൂടായോ? 16 ഗുണം 2 അല്ലേ 32. 16ന്റെ റൂട്ട് എത്രയാണ്? 4. 16ന്റെ റൂട്ട് എന്ന് വെച്ചാൽ 4 കിട്ടും. 4 റൂട്ട് 2 എന്ന് കിട്ടിയില്ലേ? നമുക്ക് ലംബം ഈ നീളം ാണ് കിട്ടിയേക്കുന്നത്, ഈ ഹൈറ്റ് ആണ് കിട്ടിയേക്കുന്നത്. ലംബം എന്ന് പറയുന്നത് 4 റൂട്ട് 2 കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച്. ഓക്കെ, ബേസ് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ ബേസ് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. 4 സെന്റിമീറ്റർ ഓൾറെഡി ക്വസ്റ്റ്യന് തന്നു. ഇനി എന്താണ്? ഈ ഹൈറ്റ് ആയിരുന്നു നമുക്ക് വേണ്ടത്. ഹൈറ്റ് നമ്മൾ എന്താണ് മട്ട ത്രികോണത്തിന്റെ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റ് നമുക്ക് കിട്ടി. എത്രയാണ്? 4 റൂട്ട് 2 സെന്റിമീറ്റർ എന്ന് കിട്ടിയില്ലേ മക്കളെ? ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇക്വേഷനകത്തോട്ട് അങ്ങ് കൊടുക്കുക. അണ്ട് ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞ എത്ര? 4 റൂട്ട് 2 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ ഇൻറ്റു 4 റൂട്ട് 2 സെന്റിമീറ്റർ. നമുക്കിവിടെ വെട്ടാം. 1 2 2 ഈ 2 4. നോക്കിയേ, 2 ഗുണം 4 2 ഗുണം 4 8 8 ഗുണം 1 8 8 റൂട്ട് 2 സെന്റിമീറ്റർ. 8 റൂട്ട് 2 സെന്റിമീറ്റർ നമ്മുടെ ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷനകത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയും ഇത് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഹൈറ്റ് കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് ഇക്വേഷനകത്തും ചെയ്യാം. ഓക്കെ ആണോ? അടുത്തത് മൂന്നാമത്തെ ട്രിക്ക്. നമുക്ക് എങ്ങനെ ഇത് മൂന്നാമത്തെ ട്രിക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 3 വശങ്ങൾ മാത്രം തന്നാൽ നമുക്ക് ഇതിന്റെ ത്രികോണത്തിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ഹെറോൺസ് തിയറം അല്ലെങ്കിൽ ഹെറോൺസ് ഫോർമുല എന്നാണ് പറയുന്നത്. ഹെറോൺസ് ഫോർമുലയിൽ നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കും? 3 സൈഡുകൾ തരും. ഒന്നാമത്തെ സൈഡിനെ നമുക്ക് എ എന്ന് കൊടുക്കാം. എ ഈസിക്കൽ ടു 6. രണ്ടാമത്തെ സൈഡിനെ ബി എന്ന് കൊടുക്കാം. ഇവിടെ ബിയും 6 തന്നെ. മൂന്നാമത്തെ സൈഡിനെ നമുക്ക് സി എന്ന് കൊടുക്കാം. സി എ നമുക്ക് 4 എന്ന് കൊടുക്കാം. അപ്പൊ എ ബി സി 3 വശങ്ങൾ തന്നിട്ടുണ്ട്. എങ്കിൽ എ 3 വശങ്ങൾ ഇപ്പൊ ഇവിടെ 2 6 വന്നതുകൊണ്ടാണ് വ്യത്യസ്തങ്ങൾ. ഇപ്പൊ 6 5 4 എങ്ങനെയൊക്കെ വന്നാലും നമുക്കിത് ചെയ്യാം. ഒരു കുഴപ്പമില്ല. ഇവിടെ 2 സമവാർഷിക ത്രികോണമായതുകൊണ്ട് 2 വശങ്ങളും തുല്യമായി വന്നതുകൊണ്ട് ആണ് നമ്മൾ ഇത് പറയുന്നത് 6 6 എന്ന്. എയും 6 ബിയും 6 സി എന്ന് വെച്ചാൽ 4. അപ്പൊ ഹെറോൺസ് ഫോർമുല എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കാൻ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇതാണ് ഹെറോൺസ് ഫോർമുല. ഈ ഹെറോൺസ് ഫോർമുല എന്താണ് എസ്? എന്താണ് എസ് എന്ന് ചോദിച്ചാൽ ഈ തന്നേക്കുന്ന 3 വശങ്ങളില്ലേടോ, ഈ 3 വശം കൂടെ നമ്മളങ്ങ് കൂട്ടുക, എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക. അതാണ് ഹെറോൺസ് ഫോർമുല. എസ് എന്ന് പറയുന്നത്. അപ്പൊ എസ് എങ്ങനെ കണ്ടുപിടിക്കുക? എസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. എയും ബിയും സിയും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി
പകുതി എടുക്കുന്നതാണ് എസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് 6, ബി എന്ന് പറയുന്ന 6, സി എന്ന് പറയുന്നത് 4 ഡിവൈഡഡ് ബൈ 16 ഡിവൈഡഡ് ബൈ 2 സമയത്ത് കിട്ടിയിടോ 8. എസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. അപ്പൊ ഹെറോൺസ് ഫോർമുലയ്ക്ക് നമ്മൾ എസിന്റെ വാല്യൂ കിട്ടി 8. ഓക്കെ, ഇനി നോക്കാം. റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ. എസ് ഓൾറെഡി 8 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. 8 ഇൻറ്റു എസ് മൈനസ് എ. 8ൽ നിന്ന് എ 6 കുറയ്ക്കണം. 8ൽ നിന്ന് 6 ഒന്ന് കുറച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും. 8ൽ നിന്ന് 6 കുറച്ചാൽ 2. എസ് മൈനസ് എ. എസിൽ നിന്ന് എ കുറയ്ക്കുക. എസ് എന്ന് പറഞ്ഞാൽ 8, എ എന്ന് പറഞ്ഞാൽ 6. 8ൽ നിന്ന് 6 കുറച്ചാൽ 2 കിട്ടും. ഈ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ ഇൻറ്റു എന്നാ, നമ്മൾ ഇൻറ്റു കൊടുക്കുക. ഇൻറ്റു. ഓക്കെ, അടുത്തത് എസ് മൈനസ് ബി. എസ് എന്ന് പറഞ്ഞാൽ 8 ആണ്, ബി എന്ന് പറഞ്ഞാൽ 6 ആണ്. 8ൽ നിന്ന് 6 കുറച്ചാൽ വീണ്ടും 2 കിട്ടും. ഇൻറ്റു കൊടുക്കുക. ഈ ഇൻറ്റു ആണ്, ബ്രാക്കറ്റ് ഇൻറ്റു കൊടുത്തു. ഓക്കെ, വീണ്ടും ഇൻറ്റു. എസ് മൈനസ് സി. എസ് എന്ന് പറയുന്നത് ഇവിടെ എത്ര ആണ്? 8 ആണ്. എ സി എന്ന് പറയുന്നത് 4 ആണ്. 8ൽ നിന്ന് 4 കുറച്ചാൽ 4 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് ഇനി എങ്ങനെ ചെയ്യാം? ഒന്നെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഗുണിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, 2 16, 16 ഗുണം 4 64. നമുക്ക് നോക്കാം. 8 ഗുണം 2 16, 16 ഗുണം 4 64. എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 64 ഗുണം 2 എന്ന് വേണം എഴുതാം. ഒരു 2 മാത്രം നമ്മൾ അവിടെ നിലനിർത്തി. ബാക്കി 8 ഗുണം 2 16, 16 ഗുണം 4 60, 64 ഗുണം 2 എന്ന് എഴുതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ റൂട്ട് എടുക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെ മാറ്റി നിർത്തിയതാണ്. 64ന്റെ റൂട്ട് എത്രയാണ്? 8 ആണ്. ഓക്കെ, 2ന് പെർഫെക്റ്റ് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് അത് റൂട്ടിനകത്ത് തന്നെ ഇട്ടേരെ റൂട്ട് 2 എന്ന് എഴുതാം. ആൻസർ 8 റൂട്ട് 2 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞത്. ഇത് ഹെറോൺസ് ഫോർമുലയിൽ ഉപയോഗിക്കാം. നമുക്ക് അങ്ങനെ 3 രീതിയിൽ നമുക്ക് ഇതിന്റെ കണക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഹാഫ് ബി എച്ച് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം, അല്ലെ ഹെറോൺസ് ഫോർമുല ഉപയോഗിക്കാം. 3 രീതിയിലായാലും നമുക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതി നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ 28ന്റെ ക്യൂബ് പ്ലസ് മൈനസ് 15ന്റെ ക്യൂബ് പ്ലസ് മൈനസ് 13ന്റെ ക്യൂബ് എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിത് നോർമൽ കേസിൽ ചെയ്യാം. എങ്ങനെയാ ചെയ്യുന്നത്? 28ന്റെ ക്യൂബ് എടുക്കുക. 28നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കണം. 28 ഇൻറ്റു 28 ഇൻറ്റു 28. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? 15ന്റെ ക്യൂബ് എടുക്കണം. 15 ഇൻറ്റു 15 ഇൻറ്റു 15. അപ്പൊ എന്താ? മൈനസും പ്ലസും മൈനസും ഇങ്ങനെ വരും. മൈനസിന്റെ മൈനസ് പ്ലസ്, പ്ലസിന്റെ മൈനസ് മൈനസ്, അങ്ങനെ പോകും. അതേപോലെ എന്താ? മൈനസ് 13ന്റെ ക്യൂബ്. മൈനസ് 13നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കണം. എന്നിട്ട് ഈ കിട്ടുന്ന ഉത്തരങ്ങളെല്ലാം തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിത് എങ്ങനെ ചെയ്യാം? ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അത്ര എടുക്കുക എന്ന് വെച്ചാൽ നല്ല റിസ്ക്കാണ്. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ഈ ഒന്നാമത്തെ സംഖ്യ എ എന്ന് പറഞ്ഞാൽ 28. രണ്ടാമത്തെ സംഖ്യ ബി എ നമുക്ക് മൈനസ് 15 എന്ന് എടുക്കാം. മൂന്നാമത്തെ സംഖ്യ സി എ മൈനസ് 13 എന്ന് എടുക്കാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെ എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ 0 കിട്ടുവാണ് എങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്: എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറയുന്നത്, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറയുന്നത് അതാണ്ട് 3 ഇൻറ്റു എ ബി സി ആണ്. 3 ഇൻറ്റു എ ബി സി. ഈ ഇക്വേഷൻ തുടങ്ങി ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? എന്താണ്? എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ എ ക്യൂബും ബി ക്യൂബും സി ക്യൂബും കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു എ ബി സിക്കകത്തോട്ടങ്ങ് അപ്ലൈ ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 0 കിട്ടുമോ നോക്കാം. എന്നിട്ട് 28 പ്ലസ് മൈനസ് 15 പ്ലസ് മൈനസ് 13 ആണല്ലോ. നമുക്ക് നോക്കാം. 28 ഇവിടെ ഒരു മൈനസ് 15ഉം മൈനസ് 13 ആണല്ലോ. 28 മൈനസ് 15ഉം മൈനസ് 13 കൂട്ടുമ്പോൾ മൈനസ് 28 എന്ന് കിട്ടത്തില്ലേ? 15ഉം 13 കൂട്ടുമ്പോൾ 28 കിട്ടത്തില്ലേ? മൈനസ് 15ഉം മൈനസ് 13 കൂട്ടുമ്പോൾ മൈനസ് 28 എന്ന് കിട്ടും. 28 നിന്ന് 28 കുറച്ചാൽ 0 അല്ലേ? എന്ന് വെച്ചാൽ എയും ബിയും സിയും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. എയും ബിയും സിയും കൂടെ കൂട്ടുമ്പോൾ 0 ആണെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന എ ക്യൂബ് എന്ന് വെച്ചാൽ 28ന്റെ ക്യൂബ്, ബി ക്യൂബ് മൈനസ് 15ന്റെ ക്യൂബ്, സി ക്യൂബ് മൈനസ് 13ന്റെ ക്യൂബ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു എ ബി സി ഒക്കെ ചെയ്താൽ മതി. നമുക്ക് നോക്കാം. 3 ഇൻറ്റു എ എന്ന് പറയുന്നത് 28 ഇൻറ്റു ബി എന്ന് പറയുന്നത് മൈനസ് 15, സി എന്ന് പറയുന്നത് മൈനസ് 13 എന്ന് കിട്ടത്തില്ലേ? ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പൊ 3 ഇൻറ്റു എന്ത് കിട്ടി? 28 ഇൻറ്റു മൈനസ് 15 ഇൻറ്റു മൈനസ് 13 കിട്ടത്തില്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം?
നമുക്കെന്ന് വെച്ചാൽ ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരത്തില്ലയോ? ഈ 15ഉം 13ഉം 28 കൂടെ കൂടുമ്പോൾ 3 ഇൻറ്റു 5460 എന്ന് കിട്ടത്തില്ലേ? 5460 നിങ്ങൾ ഗുണിച്ചു നോക്കിയാൽ 5460 എന്ന് കിട്ടും. അപ്പോൾ 3 ഇൻറ്റു എത്ര? 28 ഇൻറ്റു -15 ഇൻറ്റു -13, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് അതേപോലെ +13 +15 +28 എന്നായി മാറും. അത് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 3 ഇൻറ്റു 5460. ഈ 5460 എന്തുകൊണ്ട് ഗുണിക്കണം? 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുമോ? 16380 എന്ന് കിട്ടും. എത്ര കിട്ടുമോ? 16380 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടും. നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇവിടെ പറയുന്നത് 28ന്റെ ക്യൂബ് -15ന്റെ ക്യൂബ് പ്ലസ് -13ന്റെ ക്യൂബ്. ഇങ്ങനെ പറഞ്ഞാൽ ഈ 3 സംഖ്യയുടെ ക്യൂബ് എടുത്തിട്ട് കൂട്ടാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കണ്ടീഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒന്നാമത്തെ സംഖ്യയെ എ ആട്ടം എടുക്കാവുള്ളൂ, രണ്ടാമത്തെ സംഖ്യ നമുക്ക് ബി ആട്ടും, മൂന്നാമത്തെ സംഖ്യ സി ആട്ടം എടുക്കുമ്പോൾ ഈ 3 സംഖ്യയുടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 0 ആണ് എങ്കിൽ നമുക്ക് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് പറയുന്നത് 3abc എന്ന് നമുക്ക് എടുക്കാം. എ ക്യൂബ് എന്ന് വെച്ചാൽ 28ന്റെ ക്യൂബ്, ബി ക്യൂബ് എന്ന് വെച്ചാൽ -15ന്റെ ക്യൂബ്, സി ക്യൂബ് എന്ന് വെച്ചാൽ -13ന്റെ ക്യൂബ്. അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്തോട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 3 ഇൻറ്റു abc. എ എന്ന് പറയുന്നാൽ 28, ബി എന്ന് വെച്ചാൽ -15, സി എന്ന് വെച്ചാൽ -13. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 13 ഇൻറ്റു 15 ഇൻറ്റു 28 എന്ന് വെച്ചാൽ 5460 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതിനെ 3 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16380 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാമെങ്കിൽ അപ്ലൈ ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് ഇനി ഇത് നിങ്ങൾക്കല്ല ഗുണിച്ച് ചെയ്യുന്ന ഞങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു. അതിനെക്കാട്ട് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ആൻസർ കയറാം. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിച്ചാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിച്ചാൽ ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ സർഫസ് ഏരിയ എത്ര വർദ്ധിക്കും? ഓക്കെ. ഓപ്ഷനകത്ത് ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം ശതമാനത്തിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് വർദ്ധിക്കുന്നത് ശതമാനത്തിൽ തന്നെ വേണം ആൻസർ ചെയ്യാൻ. അതെങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം ചെയ്യാം. ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 4πr² ആണ്. 4πr². ഇതാണ് ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 4πr². അപ്പോൾ ഏതൊരു ഗോളത്തിനും ആദ്യം ഒരു ആരം ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആദ്യം ഒരു ആരം ഉണ്ടായിരിക്കും. ആ ആരം ആറാട്ടെടുത്താൽ, ആരം ആർ എന്ന ലെറ്റർ എടുത്താൽ അതിന്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 4πr². അപ്പോൾ 4πr². ഇതാണ് അതിന്റെ ഉപരിതല വിസ്തീർണം. ഞാൻ ഈ പറയുന്നത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള രീതിയാണ് പറഞ്ഞത്. ഇതിന് ഷോർട്ട് കട്ട് ഉണ്ട്. ക്വസ്റ്റ്യനെ നോക്കി തന്നെ ആൻസർ ചെയ്യുന്ന വളരെ എളുപ്പത്തിലുള്ള ഷോർട്ട് കട്ട് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം പ്രോപ്പറായിട്ടുള്ള രീതി മനസ്സിലാക്കുക. 4πr² എന്ന് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് 100%. 100%. ആദ്യമുള്ളത് എപ്പോഴും, ആദ്യമുള്ള ഉപരിതല വിസ്തീർണം എപ്പോഴും 100% തന്നെ ആയിരിക്കും. അപ്പോൾ ആർ എന്ന് പറയുന്നത് 4πr² എന്ന് പറയുന്നത് 100%. അപ്പോൾ ആരം ആറാട്ടെടുക്കുമ്പോൾ, ആരം എന്ന് പറയുന്നത് ആറാട്ടെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇതിന്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 4πr². ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതിന്റെ ആരം ഇരട്ടിച്ചെന്നാണോ പറയുന്നത്? ആരം ഇരട്ടിച്ചെന്ന് പറയുമ്പോൾ ആരം, ഒരാരം എന്നുള്ളത് എത്ര ആരമായടോ? 2 ആരമായെന്നല്ലേ മക്കളെ പറയുന്നത്? 2 ആരമായില്ലേ? നമുക്കതപ്പോൾ എന്ത് ചെയ്യാം? ഈ ഉപരിതല വിസ്തീർണത്തിനകത്തോട്ട് അങ്ങ് കൊടുക്കാം. നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം. എങ്ങനെ നോക്കാം? 4πr² ആണല്ലോ മക്കളെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 4πr² ആണല്ലോ. 4 ഇൻറ്റു പൈ ഇൻറ്റു ആരം എന്ന് പറയുന്നത് നേരത്തെ ഒരാരം ഉള്ളപ്പോൾ 4πr² എന്നുള്ള ഉത്തരം കിട്ടി. ഇപ്പൊ അത് എത്ര ആരമായി? 2 ആരമായില്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2r എന്ന് എഴുതാം. 2r-ന്റെ സ്ക്വയർ എന്ന് എഴുതാം. നിങ്ങൾക്ക് മനസ്സിലാകാനും വേണ്ടി ഞാൻ ഒന്ന് പറയാം. 4 ഇൻറ്റു പൈ ഇൻറ്റു 2-ന്റെ സ്ക്വയർ 4, ആരത്തിന്റെ സ്ക്വയർ ആരം സ്ക്വയർ, 2-ന്റെ സ്ക്വയർ 4, ആരത്തിന്റെ സ്ക്വയർ ആർ സ്ക്വയർ, ആരം സ്ക്വയർ. മനസ്സിലായല്ലോ? ഇനി ഞാൻ ഇതൊന്ന് എഴുതാം. ഈ ആദ്യത്തെ 4 ഞാൻ അതേപോലെ തന്നെ അവിടെ കിട്ടും. ആദ്യത്തെ 4 ഫസ്റ്റ് 4 അതേപോലെ തന്നെ കിട്ടും. ഇട്ടല്ലോ? ഓട്ടെ. 4 ഗുണം പൈ 4 പൈ, 4 ഗുണം പൈ 4 പൈ, ആരം സ്ക്വയർ ആരം സ്ക്വയർ. 4 ഗുണം പൈ 4 പൈ ആർ സ്ക്വയർ, 4πr² എന്ന് കിട്ടി.
4 ഗുണം 4 പൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇപ്പോൾ കിട്ടിയേക്കുന്നത് 4 ഗുണം 4 പൈ ആർ സ്ക്വയർ എന്നാണ്. ഇത് ആരം ഇരട്ടിക്കുന്നതിന് മുമ്പ് 4 പൈ ആർ സ്ക്വയറേ ഉള്ളായിരുന്നു. അതിപ്പോ 4 ഗുണം 4 പൈ ആർ സ്ക്വയർ എന്നായി. എന്ന് വെച്ചാൽ ഈ 4 പൈ ആർ സ്ക്വയറിന്റെ 4 മടങ്ങായെന്നല്ലയോ ഈ കാണിച്ചേക്കുന്നത്? ഈ ആറ് കിടക്കുന്ന 4 പൈ ആർ സ്ക്വയറിന്റെ 4 മടങ്ങായി ഇപ്പോൾ അതിന്റെ വിസ്തീർണം എന്നല്ലേ പറയുന്നത്? ഉപരിതല വിസ്തീർണം. ഒരു പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 100%. അപ്പൊ 2 പൈ ആർ സ്ക്വയറോ 200%. 3 പൈ ആർ സ്ക്വയർ അപ്പൊ ഒരു 4 പൈ ആർ സ്ക്വയർ എന്ന് വെച്ചാൽ 100%. 2 4 പൈ ആർ സ്ക്വയർ ആകുമ്പോഴോ 200%. അപ്പൊ 3 എണ്ണം ആകുമ്പോഴോ 300%. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ എത്ര ശതമാനമായി? ഇതെന്ന് പറയുന്നത് ആദ്യമുള്ളതിന്റെ 400% നമുക്ക് പറഞ്ഞുകൂടായോ? ആദ്യം 100% 4 പൈ ആർ സ്ക്വയർ. അതിപ്പോ 4 ഗുണം 4 പൈ ആർ സ്ക്വയർ എന്നായി. അപ്പോൾ 400% ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അത് എത്ര ശതമാനമായി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 400% എന്ന് പറയാം. എത്ര മടങ്ങായി എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 4 മടങ്ങായെന്ന് നമുക്ക് പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര ശതമാനമായെന്നുമല്ല ചോദിച്ചിരിക്കുന്നത്, എത്ര മടങ്ങായെന്നുമല്ല ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? എത്ര വർദ്ധിച്ചു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, നേരത്തെ ഒരു പൈ ആർ സ്ക്വയർ ആണോ ഒരു 4 പൈ ആർ സ്ക്വയർ ഉള്ളത്. ഇപ്പോൾ എത്ര 4 പൈ ആർ സ്ക്വയർ ആയി? 4 4 പൈ ആർ സ്ക്വയർ ആയി. അപ്പോൾ പുതുതായിട്ട് എത്ര 4 പൈ ആർ സ്ക്വയർ വന്നു? 3 എണ്ണം പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വർദ്ധിക്കുന്നതല്ലേ 3 എണ്ണം. ആദ്യമുള്ള ഒരു 4 പൈ ആർ സ്ക്വയർ അത് 4 എണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് എത്ര എണ്ണം വന്നെന്ന് വെച്ചാൽ 3 എണ്ണം വന്നിട്ടുണ്ട്. 3 4 പൈ ആർ സ്ക്വയറുകൾ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് വർദ്ധിച്ചത്. അപ്പോൾ എത്ര വർദ്ധിച്ചു എന്ന് വെച്ചാൽ 3 വർദ്ധിച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? എത്ര ശതമാനം വർദ്ധിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യമുള്ളത് അത് 100% അതിപ്പോ എത്ര ആയി മക്കളെ? 400%. 100% 400%. 400% മൈനസ് 100% ഈക്വൽ ടു പുതുതായിട്ട് എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് വെച്ചാൽ 300% വർദ്ധിച്ചേക്കുന്നത്. ഇതാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാൽ 300% വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നത്. ഇത്രയൊന്നും ചെയ്യാതെ നമുക്ക് ഇതിനെ ഷോർട്ട് കട്ടിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാനും പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം മക്കളെ. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അത് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്യാൻ പോവാം. എങ്ങനെയാ ചെയ്യുന്നത്? ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിച്ചു എങ്കിൽ അതിന്റെ ഉപരിതല വിസ്തീർണം എത്ര ശതമാനം, എത്ര മടങ്ങ് വർദ്ധിക്കും, അല്ലെ എത്ര വർദ്ധിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. നമ്മൾ അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള രീതി പറഞ്ഞു. നമ്മൾ നോക്കിയല്ലേ, ഏതൊരു ഗോളത്തിന്റെ ആരം ഇരട്ടിച്ചു എന്നല്ലേ പറയുന്നത്? ഇരട്ടിച്ചു എന്ന് പറഞ്ഞാൽ 2 എണ്ണം എടുത്തേക്കണം. ഇരട്ടിച്ചു എന്ന് പറഞ്ഞാൽ ഗോളത്തിന്റെ ആരം ഇരട്ടിച്ചു എന്ന് വെച്ചാൽ 2 എടുക്കണം. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ 2 എടുക്കണം. അപ്പൊ 2 എടുക്കുമ്പോൾ ആരം ഇരട്ടിച്ചു എന്ന് പറയുമ്പോൾ 2 എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 4 പൈ ആർ സ്ക്വയർ അല്ലേ? 4 പൈ ആർ സ്ക്വയർ ആയതുകൊണ്ട് ഈ 2ന്റെ സ്ക്വയർ നിങ്ങൾ അങ്ങ് എടുത്തേച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. 2ന്റെ സ്ക്വയർ, ഈ 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുള്ളൂ? 4 കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ഉപരിതല വിസ്തീർണം എത്ര മടങ്ങായി എന്നാണ് നമ്മളോട് ചോദിക്കുന്നെങ്കിൽ അത് 4 മടങ്ങായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 2ന്റെ സ്ക്വയർ അങ്ങ് എടുത്തേച്ചാൽ മതി. 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് എത്ര മടങ്ങായിടോ? 4 മടങ്ങായി. മനസ്സിലായോ? ആദ്യം അപ്പോൾ ഒരു ഉപരിതല വിസ്തീർണം ഉണ്ടായിരുന്നു. അതാണ് എത്ര മടങ്ങായത്? 4 മടങ്ങ്. അപ്പൊ ആദ്യമുള്ള ഈ ഒരു ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നതാണ് 100%. അതിപ്പോ എത്ര മടങ്ങായെന്ന് വെച്ചാൽ 4 മടങ്ങായി. മീൻസ് എത്രയാണോ? 400%. എത്ര മടങ്ങായെന്ന് വെച്ചാൽ 4 മടങ്ങായി. എത്ര ശതമാനമായെന്ന് വെച്ചാൽ 400%. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എത്ര മടങ്ങ് വർദ്ധിച്ചു എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് വെച്ചാൽ ഇപ്പോൾ ആയത് 4 നേരത്തെ എന്തുണ്ടായിരുന്നു? ഒരെണ്ണം ഉണ്ടായിരുന്നു. ഉണ്ടെങ്കിലെല്ലാം വർദ്ധിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ആദ്യം ഒരു ഉപരിതല വിസ്തീർണം ഉണ്ടായിരുന്നു. അതാണ് എന്തായത്? 4 മാറിയത്. അപ്പൊ പുതുതായിട്ട് എത്ര എന്ന് വെച്ചാൽ 4ന് 1 കുറച്ചാൽ 3 മടങ്ങ്. എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് വെച്ചാൽ 3 മടങ്ങ് വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാം. നിങ്ങൾ നോക്കിയേ, 1 മടങ്ങല്ലേ 100%. അപ്പൊ 2 മടങ്ങാകുമ്പോഴോ 200%. 3 മടങ്ങാകുമ്പോഴോ 300%. ഈ 3 മടങ്ങിന് നമുക്ക് എന്ത് പറയാം? 300% വർദ്ധിച്ചു എന്ന് പറഞ്ഞുകൂടായോ? അപ്പോൾ ഒരു ഉപരിതല വിസ്തീർണം എന്നുള്ളത് എത്ര ആയിടോ? 2 ആയോ? ആരെ ഇരട്ടിച്ചു? അപ്പൊ 2ന്റെ സ്ക്വയർ എടുത്താൽ മതി.
മതി. അത് എത്ര മടങ്ങായെന്ന് വെച്ചാൽ 4 മടങ്ങ്. എത്ര ശതമാനമായെന്ന് വെച്ചാൽ 400%. എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് വെച്ചാൽ 4ൽ നിന്ന് ആദ്യമുള്ള 1 കുറയ്ക്കുമ്പോൾ 3 മടങ്ങ് വർദ്ധിച്ചു. എത്ര ശതമാനം വർദ്ധിച്ചു എന്ന് വെച്ചാൽ 1 മടങ്ങ് 100% ആകുമ്പോൾ 3 മടങ്ങ് 300% വർദ്ധിച്ചു എന്ന് നമുക്ക് പറഞ്ഞുകൂടായോ? ഇനി നമ്മുടെ നോക്കിക്കോ, PSC ചോദിക്കുന്നു ഒരു ഗോളത്തിന്റെ ആരം ഇരട്ടിച്ചു എന്ന് പറയുന്നതിന് പകരം ഒരു ഗോളത്തിന്റെ ആരം 3 മടങ്ങായി എന്നൊന്ന് പറയുന്നോട്ടെ. ഒന്ന് പറയാം നമുക്ക് എങ്ങനെയാ? ഗോളത്തിന്റെ ആരം 3 മടങ്ങ്. അപ്പൊ ഇരട്ടിക്ക് വരെ ഇവിടെ 3 അല്ലേ? അപ്പൊ 3 മടങ്ങായാൽ ഉപരിതല വിസ്തീർണം എത്ര എന്നറിയാൻ 3ന്റെ സ്ക്വയർ എടുത്താൽ മതി. 3ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 9 മടങ്ങ്. അത് എത്ര മടങ്ങായി എന്ന് ചോദിച്ചാൽ 9 മടങ്ങായി എന്ന് നമുക്ക് പറയാം. അത് എത്ര ശതമാനമായി എന്ന് ചോദിച്ചാൽ 1 മടങ്ങ് 100% അല്ലേ? 9 മടങ്ങ് എന്ന് വെച്ചാൽ 900% എന്ന് പറഞ്ഞുകൂടായോ മക്കളെ? ഓക്കെ, ഇനി എന്താണ് ചോദിച്ചേക്കുന്നത്? അത് എത്ര മടങ്ങ് വർദ്ധിച്ചു എന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആദ്യം എപ്പോഴും ഒരു മടങ്ങ് ഉണ്ടായിരുന്നു. അതാണ് എത്ര മടങ്ങാവുന്നത്? 9 മടങ്ങാവുന്നത്. അപ്പൊ 9ൽ നിന്ന് ആ 1 അങ്ങ് കുറച്ചാ പോരായോ മക്കളെ? അപ്പൊ എത്ര ഇട്ടുവിടോ? 8 മടങ്ങ് എന്ന് കിട്ടി. എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ ഇവിടെ 8 മടങ്ങ് വർദ്ധിച്ചു എന്ന് നമുക്ക് പറയാം. എത്ര ശതമാനം വർദ്ധിച്ചു എന്നാണ് നമ്മളോട് ചോദിക്കുന്നെങ്കിൽ 1 മടങ്ങ് എന്ന് പറയുന്നത് 100% അല്ലേ? അപ്പൊ 8 മടങ്ങ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാ? 800% വർദ്ധിച്ചു എന്ന് പറഞ്ഞുകൂടായോ? ഓക്കെ, അപ്പൊ ആരം ഇരട്ടിച്ചു എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ. 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ. അപ്പൊ ആരം 4 മടങ്ങ് എന്ന് പറഞ്ഞാലോ 4ന്റെ സ്ക്വയർ എടുക്കണം. ആൻസർ 16 ആണ്. 4ന്റെ സ്ക്വയർ 16 മടങ്ങ്. എത്ര മടങ്ങായെന്ന് വെച്ചാൽ 16 മടങ്ങായി. എത്ര മടങ്ങ് വർദ്ധിച്ചു എന്ന് വെച്ചാൽ 15 മടങ്ങ് വർദ്ധിച്ചു. മനസ്സിലായോ? ഈ രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഓക്കെ മക്കൾ വരെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പോണൻസിനകത്തുന്ന ക്വസ്റ്റ്യനാ. കൃത്യംഗ നിയമങ്ങൾ. ഓക്കെ, ഇത് PSC പല പ്രാവശ്യവും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നേരത്തെ ക്വസ്റ്റ്യൻസ് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഇതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, 0.04 റൈസ് ടു -1.5ന്റെ വില എത്ര എന്നല്ലേ ചോദിച്ചേക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് ഇതെങ്ങനെ എളുപ്പം ചെയ്യാം എന്നുള്ള അതിന് മുമ്പായിട്ട് നിങ്ങൾ 1-2 കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എങ്കിൽ നമുക്കിത് എളുപ്പം ചെയ്യാൻ പറ്റും. ഉദാഹരണം 25/10. 25നെ 10 വെച്ച് ഹരിക്കുക എന്ന് വെച്ചാൽ ഒരു സ്ഥാനം ഇങ്ങ് ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം 2.5 എന്ന് കൊടുക്കാം. 2.5. ക്ലിയർ ആണേ? ഇനി ഓക്കെ, 25നെ നമുക്ക് 100 വെച്ച് ഹരിക്കുക എന്ന് വെച്ചാൽ ഇതിന്റെ അർത്ഥം എന്താ? 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 0.25 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി 5നെ 100 കൊണ്ട് 5നെ 100 കൊണ്ട് ഹരിക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെയും 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക എന്നല്ലേ അർത്ഥം? ഇവിടെ എത്ര സ്ഥാനമേ ഉള്ളു? 5 എന്ന് പറയുന്ന ഒരേ ഒരു സ്ഥാനമേ ഉള്ളു. അപ്പോൾ അത് 2 സ്ഥാനം തയ്ക്കാൻ അതിന്റെ ഇടതുവശത്ത് ഒരു 0 കൊടുത്തിട്ട് നമുക്ക് ഒരു പോയിന്റ് കൊടുക്കാം. അപ്പത്തേട്ട് 0.05 എന്ന് കൊടുക്കാം. ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഒരു 0 കൊടുക്കാം. 0.05 എന്ന് എഴുതി കൂടായോ? ഇതാണ്. അപ്പൊ നോക്കേ, നമുക്ക് എന്ത് ചെയ്യാം? 25/10. അപ്പൊ എന്താ 2.5. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 2.5 എന്ന് തരുന്നതിനെ നമുക്ക് 25/10 എന്ന് തിരിച്ച് എഴുതിക്കൂടായോ? നീ നോക്കിയേ, 25/100 നമുക്ക് എങ്ങനെ എഴുതാം? 0.25 എന്ന് എഴുതാം. ഈ 0.25 നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇങ്ങനെ തന്നാൽ തിരിച്ചതിനെ 25/100 എന്ന് തിരിച്ചും എഴുതിക്കൂടായോ? ഇനി നോക്കിയേ, 5/100നെ എന്തുവാ 100 വെച്ച് ഹരിക്കാന്ന് വെച്ചാൽ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും മക്കളെ? 0.05 എന്നല്ലേ കിട്ടുന്നത്. ഈ 0.05നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് 5/100 എന്നും എഴുതിക്കൂടായോ? അങ്ങനെയും നമുക്ക് എഴുതാം. അപ്പൊ നിങ്ങളൊന്ന് നോക്കിയേ, 0.04നെ എന്താണ് ഇതേപോലെ അല്ലേ 0.05 എന്ന് പറയുന്നത് പോലെ 0.04 എന്നല്ലേ കിടക്കുന്നത്. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമല്ലേ ഉള്ളത്. ആ 2 സ്ഥാനം മാറ്റാൻ നമുക്ക് താഴെ ഒരു ഡിവൈഡഡ് ബൈ ഒരു 100 അങ്ങ് കൊടുക്കാവോ? ഇതേപോലെ ഒരു 100 അങ്ങ് കൊടുത്താൽ പോരായോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 0.04 നമുക്കങ്ങ് മാറ്റിയിട്ട് പകരം 4/100 എന്ന് കൊടുത്താൽ കുഴപ്പമുണ്ടോ? നമുക്കൊന്ന് നോക്കിയേ. 4നെ നിങ്ങൾ 100 വെച്ചൊന്ന് ഹരിച്ചേ. 4 100 വെച്ചിരിക്കുമ്പോൾ 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. ഇവിടെ എത്ര സ്ഥാനമേ ഉള്ളൂ? ഒരു സ്ഥാനമേ ഉള്ളൂ. ഒരു സ്ഥാനം ഇവിടത്തേക്ക് ഇടതുവശത്തൊരു 0 കൊടുത്തിട്ട് 0.04. ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാൻ ഒരു 0 കൊടുത്തുവിടായോ? അപ്പൊ 0.04ന്റെ മറ്റൊരു രൂപമല്ലേ 4/100.
ദ ഹോൾ റൈസ് ടു എന്ത് കിടപ്പുണ്ട്? -1.5 എന്ന് കിടപ്പുണ്ട്. 1.5 1.5 എന്ന് വെച്ചാൽ 1.5 എന്നല്ലേ? 1.5 നമുക്ക് വേണമെങ്കിൽ 3ന്റെ പകുതി എന്ന് എഴുതിക്കൂടായോ? 3ന്റെ പകുതി 3/2 എന്ന് എഴുതിക്കൂടായോ? 3ന്റെ പകുതി. ഇപ്പൊ മേളിലൊരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഒന്നും ചെയ്യരുത്, അതേപോലെ തന്നെ അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിങ്ങനെ ഇത് 3ന്റെ പകുതി എന്ന് എങ്ങനെ എഴുതും എന്ന് എഴുതാൻ അറിഞ്ഞൂടാത്ത എന്ത് ചെയ്യണം? 1.5 എന്നല്ലയോ പറയുന്നത്? ഈ 1.5 നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാമല്ലോ, 15/10 എന്ന് എഴുതിക്കൂടായോ? അതാ ഇവിടുത്തെ ഒരു പോയിന്റ് മാറ്റുന്നതിന് പകരം താഴെ 10 കൊണ്ട് ഗുണിച്ചു അല്ലേ? 1.5നെ 15/10 എന്ന് നമുക്ക് എഴുതിക്കൂടായോ? ഈ 15/10 വേണേ വെട്ടി ചെറുതാക്കിക്കൂടായോ? 3×5 15, ഈ 5×10 3/2 നമുക്ക് കിട്ടത്തില്ലേ? അപ്പൊ 15/10നെ വെട്ടി ചെറുതാക്കുമ്പോൾ 3/2. അങ്ങനല്ലേ ഞാൻ എഴുതി വെച്ചേക്കുന്നത്? അപ്പൊ 4/100 റൈസ് ടു -3/2 എന്ന് നമുക്ക് എഴുതിക്കൂടായോ? ഇത്ര എഴുതുന്നതിന് കുഴപ്പം വല്ലതും ഉണ്ടോ? ഇത്രയും നിങ്ങൾക്ക് എഴുതാമല്ലോ മക്കളുമാരെ. നോക്കിയേ, പോയിന്റ് ഒന്നും കൂടെ പറയുക, 0.04. അതിന്റെ പോയിന്റ് മാറ്റാൻ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമല്ലേ ഉള്ളേ? ആ 2 സ്ഥാനം മാറ്റാൻ 2 പൂജ്യമുള്ള സംഖ്യ ഒരു 100 ഞാൻ അങ്ങ് താഴെ കൊടുത്തു, അത്രേ ഉള്ളൂ. 4/100. ക്ലിയർ ആണോ? ഇനി നോക്കിയേ, 1.5 നമുക്കറിയാം 1.5 എന്നാണ് അറിയാം. ഈ 1.5 എന്താണ്? 3ന്റെ പകുതിയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായോ? ഈ 1.5യുടെ പോയിന്റ് മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 15ന്റെ താഴെ ഒരു 10 അങ്ങ് കൊടുത്താൽ മതി. അപ്പൊ 1.5 എന്ന് കിട്ടത്തില്ലേ? ഈ 15നെ നമുക്ക് എന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കാം. ഈ 5 10 3×5 15, ഈ 5 10 3/2 എന്ന് കിട്ടത്തില്ലേ? അങ്ങനെ നമുക്ക് എഴുതിക്കൂടായോ? ഇനി ഇത്രയും വരെ നിങ്ങൾ എഴുതിയല്ലോ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. കണ്ടേ, a/b the whole raised to -m equal to b/a the whole raised to m എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ a/b-യുടെ മുകളിലുള്ള പവർ എന്ന് പറയുന്നത് മൈനസ് ആണ് എങ്കിൽ ആ മൈനസ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ a/b അങ്ങ് തിരിച്ചിടണം. എന്റെ റെസിപ്രോക്കൽ എടുക്കണം, തിരിച്ചിടണം. a/b തിരിച്ചിടുമ്പോൾ എന്തായി? b/n ആവും. അപ്പോൾ ഈ -m എന്നുള്ളത് +m ആയി മാറില്ലേ മക്കളെ? നോക്കിയേ, അപ്പോ a/b-യുടെ മുകളിലത്തെ പവർ എന്താണ്? മൈനസ് ആണ്. ആ മൈനസ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? a/b തിരിച്ചിടണം. a/b തിരിച്ചിടുമ്പോൾ എന്തായി മാറി? b/n ആയി. അപ്പൊ ഈ -m എന്നുള്ളത് +m ആയി. ഇനി നിങ്ങൾക്ക് ഈ മൈനസ് കൊണ്ടുവരണമെന്ന് വിചാരിച്ചോ, വീണ്ടും b/a അങ്ങ് തിരിച്ചിട്ടാൽ മതി. b/a തിരിച്ചിടുമ്പോൾ എന്തായി മാറി? a/b എന്നായി. ഈ -+m എന്നുള്ള എന്തായി മാറും? -m ആയി മാറും. മനസ്സിലായല്ലോ? ഓക്കെ, ആ അതേ റൂളിൽ തന്നെ അല്ലേ മക്കൾ വരെ കിടക്കുന്നത്? ഇതിന്റെ പവർ മൈനസ് അല്ലേ? ഈ മൈനസ് മാറ്റാൻ a/b തിരിച്ചിട്ടോലെ ഈ 4/100 നമുക്ക് തിരിച്ചിട്ടുകൂടായോ? അപ്പൊ എന്തായി? 100/4 എന്നാവില്ലേ? അപ്പൊ ഈ -m +m ആയതുപോലെ -3/2 +3/2 എന്നാകില്ലേ? ഇനി പലർക്കും സംശയമുണ്ട്, ഇത് തിരിച്ചിടുമ്പോൾ ഇത് തിരിച്ചിടണോ എന്ന് ചില സംശയമുണ്ട്. അതൊരു കാരണവശാലും തിരിച്ചിടരുത്, പവർ തിരിച്ചിടരുത്. പവർ അതേപോലെ തന്നെ നിലനിർത്തണം. ഇനി നമുക്ക് നോക്കാം 100നെ നമുക്ക് 4 വെച്ച് അങ്ങ് ഹരിച്ചുകൂടായോ? 100നെ 4 വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 25 എന്ന് കിട്ടും. 100നെ 4 വെച്ച് ഹരിക്കുമ്പോൾ 25. അതിന്റെ പവർ എത്രയാണ്? 3/2 എന്നുള്ള ഉത്തരം തന്നെ കിട്ടത്തില്ലേ? പവർ എത്ര കിട്ടി? 3/2 എന്നതിന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി അതാ ഈ 25 എന്നുള്ള വില നിങ്ങൾ മാറ്റരുത്. 25 എന്നുള്ള വില മാറാതെ 25 എന്നുള്ള രൂപം നമുക്കതിനെ മാറ്റാം. 25ന് വേണേ നമുക്ക് എങ്ങനെ എഴുതാം? 5ന്റെ സ്ക്വയർ എന്ന് എഴുതിക്കൂടായോ? 5ന്റെ സ്ക്വയർ അല്ലേ 25? അതിന്റെ പവർ എത്ര ഉണ്ട്? 3/2 കിടപ്പുണ്ട്. അതൊന്നും ചെയ്യരുത്, അത് അതേപോലെ എഴുതുക. 25 നമ്മളെങ്കിൽ എഴുതി, 5ന്റെ സ്ക്വയർ എന്ന് എഴുതി, എന്റെ പവറിനെ 3/2 എന്ന്, പവർ 3/2 ആയിട്ട് തന്നെ നമ്മളൊക്കെ എഴുതി ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാം, ഈ 2ഉം ഈ 2 അങ്ങ് വെട്ടിപ്പോവും. 2 × 2 വെട്ടിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, എങ്ങനെയാണ് 2 വെട്ടിയത്? അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. a/m the whole raised to n എന്ന് വെച്ചാൽ a/mn എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. a/m the whole raised to എന്ന് വെച്ചാൽ a/mn. m എന്നോട് ഗുണിക്കുന്നതല്ലേ mn എന്ന് പറയുന്നത് പോലെ നമുക്ക് എന്ത് എഴുതാം? കാരണം നോക്കിക്കോ,
5 the whole raised to 3/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം 5 raised to ഈ 2 into 3/2 എന്ന് എഴുതാം 2 into 3/2 ഈ 2 into കൂടി ഇങ്ങനെ ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണ് ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്തത്. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എത്ര ഉണ്ട് 5 raised to മേളിൽ എന്തുണ്ട് 3 ഉണ്ട്. 5 raised to 3 എന്നല്ലേ മക്കളെ കിട്ടുന്നത്. 5 raised to 3 എന്ന് വെച്ചാൽ എന്താണ് 5നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക. 5 ഗുണം 5 25 25 ഗുണം 5 എത്ര കിട്ടി 125 എന്നുള്ള ആൻസർ കിട്ടത്തില്ലേ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. അപ്പൊ എന്താണ് 0.04 നമ്മൾ എന്ത് എഴുതു 4/100 എന്ന് എഴുതി. -1.5 എഴുതി -1.5 3/2 എന്ന് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു ഇവിടുത്തെ പവർ മൈനസ് ആയതുകൊണ്ട് മൈനസ് മാറ്റാൻ നമ്മൾ അതിനെ അങ്ങ് തിരിച്ചിട്ടപ്പോൾ എത്ര കിട്ടി 100/4 എന്ന് കിട്ടിയില്ലേ മക്കളെ. 100നെ 4 വെച്ചിരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി 25 എന്നുള്ള ഉത്തരം കിട്ടി. 25 raised to 3/2. ഇനി എന്ത് ചെയ്യാ 25 എന്നുള്ള വില നമ്മൾ അവിടെ മാറ്റുന്നില്ല. പകരം എന്ത് എഴുതി 5ന്റെ സ്ക്വയർ എന്ന് തന്നെ കൊടുത്തു. 5ന്റെ സ്ക്വയർ 25 5 ഗുണം 5 5നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നില്ലേ 25 5 ഗുണം 5 എന്ന് എഴുതി. ഹോൾ റൈസ് ടു 2/3 എന്ന് എഴുതിയല്ലോ. ഓക്കെ 3/2 എന്ന് എഴുതിയല്ലോ. ഹോൾ റൈസ് ടു 3/2 എന്ന് എഴുതി. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു ഈ 2 ന്റെ കൂടെ ക്യാൻസൽ ചെയ്യും. എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് a raised to m the whole raised to എന്ന് വെച്ചാൽ a raised to m എന്നോട് ഗുണിക്കുന്നതാണ് mn എന്ന് പറയുന്നത്. അതുപോലെ 5 raised to 2 the whole raised to 2/3 2 2/3 യോടെ ഗുണിക്കുമ്പോൾ ഈ 2 ന്റെ കൂടെ ക്യാൻസൽ ആയി പോയി ബാക്കി 3 വരും. 5 raised to 3 എന്ന് കിട്ടും. 5 raised to 3 എന്ന് വെച്ചാൽ 125 ആണ്. ക്ലിയർ ആണോ? അങ്ങനെ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ 10 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി ഇത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. കമന്റ് ഇടുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഓക്കെ ബൈ.